എടാ റൊണാൾഡോയെ കൊണ്ടൊന്നും പറ്റൂല, പുള്ളിയെ കൊണ്ട് ഈ പ്രായത്തിൽ എന്തായാലും നടക്കൂല എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടോ? പുള്ളിയുടെ 41 വയസ്സിൽ ആളുടെ അവസാനത്തെ വേൾഡ് കപ്പ് കളിക്കാൻ പോണത് പുള്ളിയുടെ പകുതി പ്രായമുള്ള 20കളുടെ പ്രായമുള്ള ആൾക്കാരുടെ കൂടെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, പുള്ളിയെ മെന്റലി തളർത്തുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. മദേരയിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വന്ന് മക്ഡൊണാൾഡ്സിൽ ബാക്കി വന്ന ബർഗറിന് കൈനീട്ടി നിന്നിട്ടുള്ള ഒരു പയ്യൻ ആ സീറോയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ 2026 നമ്മൾ നോക്കുമ്പോൾ വേൾഡിലെ ഗ്രേറ്റസ്റ്റ് പ്ലെയേഴ്സിൽ ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. പുള്ളിയോട് അന്നും ഇന്നും ഇനി അങ്ങോട്ടും എന്ന് ചോദിച്ചാലും പുള്ളി പറയാൻ പോകുന്ന ഇതേ ഉള്ളൂ, ഐ ആം ദ ബെസ്റ്റ് എവർ എന്ന്. അത് പുള്ളി മാറ്റി പറയില്ല. പുള്ളിയെ മെന്റലി തളർത്തുക എന്ന് പറഞ്ഞാൽ നടക്കൂല. അടുത്ത ചോദ്യം, പുള്ളിയുടെ പ്രായം പുള്ളിയെ തളർത്തുക എന്നുള്ളതാണ്. പല ഫുട്ബോളേഴ്സും അവരവരുടെ എൻറ്റയർ കരിയറിൽ അടിച്ചിരിക്കുന്ന ഗോളുകൾ ഇയാളുടെ 30 വയസ്സിന് ശേഷം മാത്രം അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ശരിയാണ്, സമ്മതിക്കുന്നു, പുള്ളിയുടെ പ്രൈം ഇങ്ങനെ ആയിരുന്നില്ല, പുള്ളി ഇങ്ങനെയല്ല, പുള്ളിയുടെ പ്രൈം ഇതൊന്നും ആയിരുന്നില്ല, സമ്മതിക്കുന്നു അതൊക്കെ. പക്ഷേ ഈ വേൾഡ് കപ്പിൽ പുള്ളിയെ തളർത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ക്രിസ്ത്യാനോ റൊണാൾഡോയെ വിമർശിക്കുന്നവർക്ക് പോലും അറിയാവുന്നൊരു കാര്യമുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ജൂലൈ 19 വേൾഡ് കപ്പ് ലിഫ്റ്റ് ചെയ്യുന്നൊരു ചിത്രം അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും, കാരണം അത്രത്തോളം ഈ മനുഷ്യനെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. സോ അതിന് ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. കാണും.